നിമിഷപ്രിയ കേസിൽ സഹോദരന്റെ വാദം തള്ളി തലാൽ ആക്ഷൻ കൗൺസിൽ വക്താവായിരുന്ന യമൻ ആക്ടിവിസ്റ്റ് സർഹാൻ ഷംസാൻ. കാന്തപുരത്തിന്റെയും ഷെയ്ഖ് ഹബീബ് ഉമറിന്റെയും ഇടപെടലുകൾ കേസിൽ ഗുണം ചെയ്തു. മതപണ്ഡിതരുടെ ഉന്നത ഇടപെടലിലൂടെ വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ടെന്നും മോചനത്തിനുള്ള വഴികൾ തുറക്കുന്നുണ്ടെന്നും സർഹാൻ ഷംസാൻ പ്രതികരിച്ചു. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. സമീർ, എന്താണ് ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ്? സർഹാൻ ഷംസാൻ പറയുന്നത് എന്താണ്? സമീർ, നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് വധശിക്ഷ നീട്ടിവെച്ചെങ്കിലും വധശിക്ഷ റദ്ദാക്കിയിട്ടില്ല എന്ന നിലപാടാണ് തലാലിന്റെ സഹോദരൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തിയിരുന്നത്. ഇന്നും അത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വന്നിരുന്നു. എന്നാൽ അത് പൂർണ്ണമായും തള്ളുകയാണ്. തലാലിന്റെ സഹോദരൻ ഫത്താഹ് മഹദിയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റിനെയൊക്കെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ തലാൽ ആക്ഷൻ കൗൺസിലിന്റെ വക്താവായിട്ടുള്ള വ്യക്തി, യമൻ ആക്ടിവിസ്റ്റ് കൂടിയായിട്ടുള്ള സർഹാൻ ഷംസാൻ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പും അതുപോലെ തന്നെ ഒരു വീഡിയോയും പങ്കുവച്ചിരിക്കുന്നു. അതിൽ മതപണ്ഡിതരുടെ ഉന്നത ഇടപെടൽ ഇതിൽ വളരെ നിർണായകമായിട്ടുണ്ട് എന്നും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെയും അതുപോലെ തന്നെ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെയും ഇടപെടലുകളാണ് ഇത്തരത്തിലുള്ള അനുകൂലമായ ഒരു നടപടിയിലേക്ക് എത്തിച്ചത്. വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ട് എന്ന കാര്യം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില കിംവദന്തികൾ പ്രചരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിൽ നിന്നുള്ള, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകളാണ്. ആ വാർത്തകൾ അത് അതേപടി തന്നെ തലാലിന്റെ കുടുംബത്തിലേക്ക് എത്തുന്നുണ്ട്. മാത്രമല്ല അതിൽ പ്രകോപനപരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നുമുണ്ട്. അത്തരം സാഹചര്യമാണ് പലപ്പോഴും ഈ ചർച്ചകളെയൊക്കെ തന്നെ ചർച്ചകളെ ഗണ്ണിക്കുന്നത്. അത്തരം സാഹചര്യം ഒഴിവാക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ടാവണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഈ ആക്ടിവിസ്റ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, ഇപ്പോൾ ഈ ഫത്താഹ് പുറപ്പെടുവിക്കുന്ന ഇത്തരം ഫേസ്ബുക്ക് കുറിപ്പും മറ്റു തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ ഔദ്യോഗികമല്ല എന്ന കാര്യം കൂടി ഈ ആക്ഷൻ കൗൺസിലിന്റെ മുൻ വക്താവ് വ്യക്തമാക്കുന്നുണ്ട്. പ്രജിത്ത്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.